പാടുള്ള ചെറുപ്പക്കാരോട് പെൺകുട്ടികളോട് പറയുകയാണ്, ഓളെ കൂടെ പഠിക്കുന്നവൻ ഓടി വന്ന് കയ്യിൽ പിടിക്കുമല്ലോ, സഹകരിക്കരുത്. നിന്റെ കയ്യിൽ പിടിക്കുന്നവനോട് പറയണം, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്ത് തുടരുത്. കാരണം ഇത് വ്യഭിചാരമാ. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്. പറയണം ചെറുപ്പക്കാരാ, പറയണം ചെറുപ്പക്കാരാ. അത് കൂടെ പഠിക്കുന്നവളാണെങ്കിലും കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാണെങ്കിലും, എന്തിനാടാ നിന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയാണെങ്കിലും നിന്റെ സ്വന്തം ചേട്ടത്തി, ഇവിടെ എന്താ പറയാ, മൈനി, അതന്നെ ഞങ്ങൾ പത്തനാരക്കാരൊക്കെ മൈനി എന്നാ പറയാ. സ്വന്തം മൈനി, അനിയന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യ. മോനെ പായിപ്പാട് കവല വരെ പോകണം, ബൈക്കൊന്നെടുക്കടാ, ചാടി എന്ന് കേറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നാലിച്ചേക്ക് എങ്ങനെ നാലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചേട്ടത്തി മൈനി അനിയന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് പോകുന്ന കാഴ്ച ഒന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ഉസ്താദെ അനിയനല്ലേ ഉസ്താദ്, എന്റെ അനിയനെ കെട്ടാൻ പറ്റുമോ? പെട്ടുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടത് പോലെ ഇരിക്കുന്നേ? ജ്യേഷ്ഠൻ മരിച്ചുപോയി, ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റുമോ? പറ്റൂലേ? ആര് പറഞ്ഞു? എന്തേടാ ജ്യേഷ്ഠന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റൂലേ? വിവാഹബന്ധം ഹറാമൊന്നുമല്ലല്ലോ. അന്യ പെണ്ണല്ലേ, അന്യ പെണ്ണല്ലേ. അപ്പൊ ബൈക്കിന്റെ പോരി കയറ്റി ചേട്ടത്തിയെ തോളി വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ചേട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയണം, അല്ലാഹനെ എനിക്ക് പേടിയാ, അല്ലാഹനെ എനിക്ക് പേടിയാ, എന്റെ ശരീരത്ത് തുടരുത്. അങ്ങനെ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? പായിപ്പാട് പള്ളി വെച്ച് കൊടുത്തവന് സ്വർഗമുണ്ടോ? ഈ പള്ളിക്ക് പൈസ കൊടുത്തവന് സ്വർഗമുണ്ടോ? 27 കൊല്ലമായി ഈ പള്ളിയിലെ ഖതീബായിരിക്കുന്ന സലീം ഉസ്താദിന് സ്വർഗമുണ്ടോ? ഇരിക്കുന്ന ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാർക്ക് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ഒരു സ്വർഗമല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, നിസ്കരിച്ചവനല്ല, ഖുർആൻ ഓതിയവനല്ല, സദഖ കൊടുത്തവനല്ല. അല്ലാഹു പറയുന്നു എല്ലാവർക്കും ഒരു സ്വർഗം, ഒരാൾക്ക് 2 സ്വർഗം, ഒരാൾക്ക് 2 സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹു പായിപ്പാട് പള്ളി കെട്ടിക്കൊടുത്തവന് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല, അവൻ ഒരു സ്വർഗമേ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞത് ആർക്കെന്നറിയോ? പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തു തൊട്ടാ അവനോട് പറയണം, ഇത് പാപമാ, ഇത് പാപമാ, ഇത് പാപമാ, എനിക്ക് അല്ലാഹനെ പേടിയാ. പറയണം ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാ. പണമുള്ളത് കൊണ്ടല്ല, ഗ്ലാമറുള്ളത് കൊണ്ടല്ല, കുടുംബമഹിമയുള്ളത് കൊണ്ടല്ല. ഉമർ തങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എന്തിനാണ് ഇഷ്ടപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ റോഡിലല്ല, കവലയിലല്ല, ഹൗദിന്റെ ചുവട്ടിലല്ല, പള്ളിയുടെ മുറ്റത്തല്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഇരിക്കുന്ന ചെറുപ്പക്കാരനാ. തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഈ ചെറുപ്പക്കാരൻ എന്നും പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിലൊരു വീടുണ്ട്, ആ വീട്ടിലൊരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട്. അവൾക്ക് ആ ചെറുപ്പക്കാരനോട് പ്രണയം തോന്നുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും സഹകരിക്കുന്നില്ല, വഴങ്ങുന്നില്ല, പരിഗണിക്കുന്നില്ല, ഒരു മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണ് എന്ത് ചെയ്തിട്ടും അവിടെ നിന്ന് പരിഗണിക്കാതെ വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്.
ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്നോട് വല്ലാത്ത മോഹമാണ്, എന്റെ ആഗ്രഹം സാധിപ്പിച്ചതാ, എനിക്കൊരു ചുംബനം താ. മാരണത്തിൽ പിടിച്ച് കിടത്തിയിട്ട് ചുംബനം കൊടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനോട് ഒരു ചെറുപ്പക്കാരി യാചിക്കുകയാ. ഇരുട്ടാണ്, ആരുമില്ല, ഇടവഴിയാ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ നിലവിളിച്ച് താഴെ വീഴുകയാ. എന്തിനാ നിലവിളിച്ചതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ശരീരത്ത് ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ. നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാ. അവസാനം വടിയിലൂടെ നടന്നു വരുന്നവര് ബോധമില്ലാതെ വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായം ചെന്ന പിതാവ് ഓടി വന്നു. മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഹസ്റത്ത് ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും പോയി, ആഖിറവും പോയി. ഞാൻ വ്യഭിചാരിയാ വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ വാപ്പാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ട് വാപ്പാ. നിലവിളിക്കുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ പറഞ്ഞു, മോനെ, നീ തെറ്റുകാരനല്ല, എന്റെ മോനൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഇങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, എന്റെ മോൻ നിരപരാധിയാണല്ലോ, എന്റെ മോനെ കരയരുത്. എത്ര സമാധാനിപ്പിച്ചിട്ടും കരച്ചില തീരുന്നില്ല. നിലവിളിയാ, നിലവിളിയാ. ഈ ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. പൊന്നുമോന്റെ സങ്കടം കണ്ടപ്പോ വാപ്പയ്ക്ക് പേടിയായി. ഇവൻ മരിച്ചു പോകുമോ, എന്റെ മോൻ മരിച്ചു പോകുമോ എത്ര പറഞ്ഞിട്ടും മകന് സമാധാനമാകുന്നില്ല. വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. വാപ്പ പാതിരാത്രിയിൽ പോവുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവേ, വാപ്പയ്ക്ക് സമാധാനമായി. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? നെഞ്ചു പൊട്ടി മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. മരിച്ചുപോയടാ പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, മരിച്ചുപോയി പെങ്ങളെ. എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ വ്യഭിചാരിയെ പോലെ പോകണമല്ലോ, ഞാൻ നരകത്തിലായി പോയല്ലോ. സങ്കടപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കി. ആ കബറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങുമ്പോ തങ്ങള് കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് അവന്റെ കബറിന്റെ ചാരത്തിരുന്നു ഓതിയ ആയത്താ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വന്നവരോട് പറയുകയാ, കണ്ണു വാങ്ങിത്തരാൻ ആളുണ്ട്, കഞ്ചാവ് വാങ്ങിത്തരാൻ ആളുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആളുണ്ട്, മോനെ ശരീരം തരാൻ ആളുണ്ട്. പേടിക്കണം ചെറുപ്പക്കാരാ, മോനെ പെട്ടുപോകരുത്, ചതിയിൽ പെട്ടുപോകരുത്. എടാ, എന്തു വന്നാലും പറയണം, നീ എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. അതുകൊണ്ട് പായിപ്പാട് പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിജാബത്തിന്റെ രാത്രിയാണ്, ഉത്തരമുള്ള രാത്രിയാണ്. ഞാനും നിങ്ങളും മലക്കുകളല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പാപം ചെയ്യുന്നവരാണ്. ഒരാളും വലിയ മഹാന്മാരൊന്നുമല്ലടോ. ബനി ആദമ ഖത്താബ് വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ.
ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. എങ്കിൽ ഈ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? ചെയ്തു പോയ പാപം അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവരാ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ആ പള്ളിയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണമല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ. തൗബ ചെയ്യാതെ പിരിയരുത്, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാതെ പിരിയരുത്. ഈ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, കരയാതെ പോകല്ലേ, കരയാതെ പോകല്ലേ. ഒരു തുള്ളി കണ്ണുനീര് ഈ പള്ളിയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒലിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? സിറാജ് ചുമ്മാതെ പറയുന്നതല്ല, സിറാജ് ചുമ്മാതെ പറയുന്നതല്ല. നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞ എന്തിനാ കരയുന്നതെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട്, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ താഴെ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തലതാറ്റി പിടിച്ചു യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. അവിടെ മാത്രമേ തണലുള്ളൂ. ആ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ? ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സകരിയാ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും പഠിച്ചവരെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അവരുടെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകന്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ ബാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാര്, നിന്റെ ഫ്രണ്ട്സുകള്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു, വാടാ സിറാജേ, വാ ആയിഷ, വാ ഖദീജ. അല്ലാഹു വിളിക്കുന്നു, വാ. വെയിൽ കൊള്ളേണ്ടവരല്ല, പ്രയാസപ്പെടേണ്ടവരല്ല, നിങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾ എന്റെ അർശിന്റെ താഴവാ, നിങ്ങൾ എന്റെ അർശിന്റെ താഴവാ. ആരെയാ വിളിക്കുന്നതെന്നറിയോ? വറജുലുൻ ദകറല്ലാഹു ഖലിയാ വഫാലത് ഐനാ. കരഞ്ഞവരാടോ, മരണ വീട്ടിലിരുന്ന് കരഞ്ഞവരല്ല, കോടികളുടെ നഷ്ടം വന്നപ്പോ കരഞ്ഞവരല്ല, രോഗം വന്നപ്പോ കരഞ്ഞവരല്ല, കൂട്ടുകാരന്റെ അവസ്ഥ കണ്ട് കരഞ്ഞവരല്ല. പിന്നെ എപ്പോ കരഞ്ഞവരെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തിട്ട് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിച്ചാ നീ പരലോകത്തിലെ VIP ആണെന്ന്
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ദുആ ചെയ്യണേ, ഇന്ന് പശ്ചാത്തപിക്കണേ. നാളെ ജുമഅയ്ക്ക് ഈ പള്ളിയിലേക്ക് വരുമ്പോ ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞിട്ട് വേണം വരാറ്. പെങ്ങളെ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പോകുന്നവരെ പോലെ ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മക്കത്ത് ചെന്ന് കഅബാലയത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ സർവ്വ പാപങ്ങളും മുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.